പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവെ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹയാത്രകൾ, ഈശോയെ, എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതവും കൃപാവര മുന്നേറ്റവും അതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓർമ്മയാണ്. ഓർമ്മയുണ്ടെങ്കിൽ ക്രിസ്തീയ ജീവിതം കൃപാവര മുന്നേറ്റവും നടക്കും. ഓർമ്മയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ കോമയിലാണ്, അയാൾക്ക് ഓർമ്മയിലെന്ന് പറയുന്ന ആ ഓർമ്മയല്ല. രണ്ട് തരം ഓർമ്മകൾ, ആത്മീയ ഓർമ്മകളുണ്ട്. രണ്ട് തരം ആത്മീയ ഓർമ്മകളുണ്ട്. ഒന്ന്, നമുക്ക് ഈശോനെക്കുറിച്ചുള്ള ഓർമ്മകൾ. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള ഓർമ്മകൾ. പക്ഷെ ഇത് ചിലപ്പോൾ രണ്ട് ഫംഗ്ഷനായി മാറും. ഇപ്പം ഈ ഉദാഹരണത്തിന് നമുക്ക് ഈശോയെക്കുറിച്ച് ഓർമ്മ വേണമെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എന്താണ്? പരിശുദ്ധ കുർബാന ഭക്തിയോടെ അർപ്പിച്ചാൽ മതി. അപ്പം നമുക്ക് ഈശോയെക്കുറിച്ച് ഓർക്കാൻ പറ്റും. അതല്ല ഈശോ എന്താ പറഞ്ഞത്? ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ലൂക്ക 22:19. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത് വല്ലാത്ത ഒരു സംഭവമാണ്. പെസഹ രഹസ്യത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട മുഴുവൻ കൃപയുടെ മഞ്ഞിലൂടെ നമ്മൾ ഒരു അഭിഷിക്തമായ ഹൃദയത്തോടെ, കൃപയുടെ സ്നിഗ്ധമായ ആത്മാവോടെ നമ്മൾ ഒരു പെസഹായിലൂടെ പോവുകയാണ്. കൃപയുടെ സ്നാനത്തിലൂടെ പോവുകയാണ്. വല്ലാത്ത ഓർമ്മ. പക്ഷെ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ലിറ്റർജി വളരെ ശ്രദ്ധയോടെ ഓൺ ചെയ്ത് അതിൻ്റെ ഫീല്, ഓരോ പ്രാർത്ഥനകളെ, ഓരോ കുർബാന, ഓരോ രീതിയിലുള്ള കുർബാനയില്ലേ, എല്ലാ കുർബാനയും നിനക്ക് ഹൃദ്യമാകണം. അല്ല, എൻ്റെ രീതിയിൽ കൂടെ കുർബാന അർപ്പിച്ചാൽ മാത്രമേ എനിക്ക് ഫീലാകത്തുള്ളൂ. പെസഹ രഹസ്യം എല്ലായിടത്തും ഒരുപോലെയാണ്. ദൈവസ്നേഹമുള്ളവൻ ഏത് കുർബാന കൂടിയാലും ആ പെസഹ രഹസ്യം സെയിം ആയതുകൊണ്ട് അവന് ആന്തരികമായ അഭിഷേകം ഉണ്ടാകും. ചിലടത്ത് പാട്ടൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഭക്തിയല്ലല്ലോ നമുക്ക് കർത്താവുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാക്കുന്നത്. അതൊരു ഉപകരണമാണ്. അതെന്താണ്? ഒരു മീൻസാണ്, നോട്ട് എൻഡ്. അതൊരു മീൻസാണ്, അത്രേ ഉള്ളൂ. ഭക്തിയും മറ്റു അനുഷ്ഠാന ക്രമങ്ങളെല്ലാം ഒരു മാർഗങ്ങളാണ്, ലക്ഷ്യമല്ല. ലക്ഷ്യം എന്താണ്? ക്രിസ്തുവുമായിട്ടുള്ള സംയോഗമാണ് ലക്ഷ്യം. അത് സംഭവിക്കുന്നത് ഓർമ്മയിലൂടെയാണ്. ഇപ്പോൾ ഒരു അനാഡംബരമായിട്ട് കുർബാന അർപ്പിച്ചാലും കുർബാന കൂടുന്നവന് ബോധമുണ്ടെങ്കിൽ അതിന് അഭിഷേകം ഉണ്ടാകും. ഇപ്പം നമ്മുടെ അഭിഷേകം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഫാരാഫ്രനിയാലിയാസിലും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ വൈസ് അതൊക്കെ മനോഹരമായിട്ട് ചെയ്ത നല്ലതാണ്. ഏകാഗ്രതയോടെ ചെയ്യണം. ഏകാഗ്രത പോകരുത് ഒരിക്കലും. പിന്നെ ഒരു കലാരൂപമായിട്ട് തോന്നുകയും ചെയ്തു. മറിച്ച് കർത്താവ് തൻ്റെ ജീവൻ ചൊരിഞ്ഞ ദൈവത്തെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമമാണല്ലേ. ദൈവത്തെ ചെയ്യാവുന്നൊരു മാക്സിമമാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഉള്ള ഓർമ്മയാണ് നമുക്കതിൻ്റെ നിന്ന് അഭിഷേകമായിട്ട് മാറുന്നത്. ഓർമ്മയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്നേഹമാണ്. ദൈവസ്നേഹം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ
ആ സ്നേഹത്തിൻ്റെ കൂടെയാണ് ഈ ശക്തി വരുന്നത്. ഒരു വ്യക്തിക്ക് അവൻ എംപവർ ആൻഡ് ആംഡ് ആകണം. അങ്ങനെയാണ്. അതാണ് കുർബാനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇൻറ്റിമസിയൊക്കെ ഉണ്ട്, ഇൻറ്റിമസി, പക്ഷേ എംപവറിങ് ആണ്. വെച്ചാൽ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഏത് കാലാവസ്ഥയിലും അടരാടാനുള്ള പവറാണ്. ക്രിസ്തുവിനെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ പിതാവിൻ്റെ ഇഷ്ടം ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ത്രില്ലാണ് കുർബാനയുടെ. അതാണ് വേണ്ടത്. അല്ലാതെ ഒരു കുർബാന കൂടി കുറേ കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു, മാളെ കെട്ടിക്കണ കാര്യം പറഞ്ഞു, ആട് ചന പിടിക്കണ കാര്യം പറഞ്ഞു. വാട്ട് നോൺസെൻസ്. അപ്പം ഇനി കാര്യം എന്താ? ഇപ്പം ഇത് ഒരു കാലത്ത് ഇത് നോൺസെൻസ് അല്ലായിരുന്നു. കാര്യം നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് അതൊക്കെ പറയാൻ പറ്റുന്നില്ല. ഇന്നങ്ങനെയല്ല. ഇന്നെല്ലാവർക്കും ഏറെക്കുറെ എല്ലാം അറിയാം. ഒത്തിരിയേറെ ട്രെയിൻഡാണ് നമ്മൾ. അപ്പോൾ ഇനിയെങ്കിലും കുർബാനയെ ആ ഓർമ്മ ആചരിക്കുമ്പോൾ അതിൽ നിൻ്റെ ആത്മാവും അന്തരംഗവും ഉണ്ടാകണം. അത് കർത്താവിന് നമ്മൾ ഓർക്കുന്ന കാര്യമാണ്. ഇനി നമ്മളെ കർത്താവ് ഓർക്കണത് അത് വേറെ വിഷയമാണ്. ആ നമ്മളെ കർത്താവ് ഓർക്കണമെങ്കിൽ അൾത്താറയിൽ അനുഷ്ഠിച്ചാൽ മാത്രം പോരാ. അൾത്താറയിൽ അനുഷ്ഠിച്ച ദിവ്യരഹസ്യങ്ങളെ തെരുവിൽ സാക്ഷ്യമായി ജീവിക്കണം. അത് മനുഷ്യരുടെ മുമ്പിൽ തന്നെ വേണം. അല്ല രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് ഓർത്ത ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ പേരെന്നാ, ബethനിയിലെ മറിയല്ലേ. അവർക്ക് ആരും ഓർക്കുമ്പോൾ നമുക്ക് ഹൃദയം തടസ്സിക്കും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അവർ ഈ നാർദൻ സുഗന്ധ തൈലം എടുത്ത് തുറന്നപ്പോൾ തന്നെ ഈ കുശുകുശിപ്പും പിറുപിറുപ്പും തോന്നിയവാസവും അവളെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ദൈവത്തെ പേടിയില്ലാത്തവരുണ്ടല്ല, യൂദാസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ല, അത് എക്കാലത്തും ഉണ്ടാവും. ദൈവത്തെ പേടിയില്ലാത്തവർ അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്കെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. വലിയ പള്ളികളെ വെക്കുന്നതിനെക്കുറിച്ചൊക്കെ അവൻ സംസാരിക്കും. അത് പാവപ്പെട്ടവർക്ക് പെണ്ണ് വീട് വെക്കാൻ എന്നെ ചോദിക്കും. ചുമ്മാ അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും അതിൽ നിന്ന് എടുത്തത് കൊണ്ടുമാണ് അവനങ്ങനെ ചോദിച്ചതെന്ന് വചനം പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ ഇന്നുകൊണ്ട് ആൾക്കാർ ദൈവകുർബാന ഇരിക്കുന്നത്. ഞാനാണെങ്കിൽ എപ്പോഴും ഓർക്കും, ഞാൻ ഒരു പള്ളി വെച്ചിട്ടുണ്ട്. ഒരു സാധാരണ പള്ളിയാണ് വെച്ചിരിക്കണം. ഞങ്ങൾ ചെറിയ ഇടവക്കാരായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും എനിക്ക് അൾത്താറയോ ഞാൻ ഒരാളെ ഏൽപ്പിക്കണം ചെയ്തത്. കാര്യം അൾത്താരയ്ക്ക് ഒരു 10-20 ലക്ഷം 15 ലക്ഷം രൂപയെങ്കിലും വേണം. ഞാനൊരാളെ ചെന്ന് കണ്ട് സംസാരിച്ചു, എനിക്ക് അൾത്താര ചെയ്ത് തരണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? അൾത്താര ഈശോ ഇരിക്കുന്ന സ്ഥലമാണ്. ആ കാശെടുത്ത് പെണ്ണ് കെട്ടിച്ചില്ലേ, ആ കാശെടുത്ത് പാവത്തൊക്കെ വീട് വെച്ച് കൊടുത്തില്ല. ഞാൻ ദൈവമായിട്ട് ബന്ധമില്ലാത്തതാണ്. അത് ഇല്ലാത്ത ആൾക്കാരങ്ങനെ പറയും ഒത്തിരി കാര്യങ്ങൾ. ദൈവം ആരാണെന്നും കുർബാനയിൽ ആരാണ് ഇരിക്കണത്, ആരാണ് ഉള്ളതെന്നൊക്കെ അറിയാവുന്നതിന് അങ്ങനെ സംസാരിക്കത്തില്ല. അറിയില്ലാത്തത് അങ്ങനെ സംസാരിക്കും. ആൾക്കാരുടെ മുമ്പിൽ ആൾ കളിക്കാൻ വേണ്ടി വലിയ സോഷ്യലിസം പറയണതാണ്. അവൻ്റെ കയ്യിൽ നിന്ന് 5 ആർക്കും കൊടുക്കുന്നത് വേറെ വിഷയം. അപ്പം അത് ഇനി കൊടുത്താൽ തന്നെയും ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ കൊടുക്കണം. നമ്മൾ സീസറിനുള്ളത് സീസറിന് കൊടുക്കേണ്ടതെന്നല്ല. കർത്താവിൻ്റെ ഒരു വിഷയം ദൈവത്തിനുള്ളത് നമ്മൾ എടുത്തിട്ട് നമ്മൾ സീസറിന് കൊടുക്കരുത്. എന്നെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയണമെന്ന് കഴിഞ്ഞാൽ, ഇത് പറഞ്ഞപ്പോൾ യൂദാസ് എന്താ പറഞ്ഞത്? വൈ ദിസ് വേസ്റ്റ്? ഇത് പാവത്തങ്ങൾ കൊടുക്കാൻ പാടില്ല. എന്താ നാർദൻ സുഗന്ധ തൈലമേ 300 ദിനാരക്കുള്ള ഒഴിച്ചിരിക്കണ കാലയിൽ. ആ 300 ദിനാര എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ കൂലിയാണ് 1 ദിനാറ. ഈ യഹൂദിന് 300 ദിവസമേ ഉള്ളൊരു വർഷം. ബാക്കിയെല്ലാം 52 ശനിയാഴ്ച പോകും. 365 ദിവസത്തിൽ 52 ശനിയാഴ്ച പോകും. പിന്നെ കൂടാര തിരുനാൾ, വേറെ തിരുനാളെല്ലാം കൂടി ഈ 65 ദിവസവും പോകും. പിന്നെ 300 ദിവസമേ ഉള്ളൂ. ആ 300 ദിവസം പണിയെടുത്ത മൊത്തം കാശാണ് കർത്താവിൻ്റെ പാദത്തെങ്കിൽ സുഗന്ധയിലുമായിട്ട് ഉപേക്ഷിക്കുന്നത്. ജീവൻ മരിച്ച് കിട്ടിയിട്ടാണ് ആ കുടുംബത്തിൻ്റെ ജീവൻ തിരിച്ച് കിട്ടുന്നവർ അതിൻ്റെ അപ്പുറം ചെയ്യും. അപ്പോഴാണ് യൂദാസിനെ പോലെ ദൈവത്തെ അറിയാൻ പാടില്ലാതെ, കൂടാളത്തിൻ്റെ പോലെ ദൈവത്തെ അറിയാൻ പാടില്ലാത്ത കക്ഷിയാണ് അയാളുടെ ലക്ഷ്യം വേറെയാണ്.
അതുകൊണ്ടാണ് ദൈവത്തെ അറിയാം. ലക്ഷ്യം വേറെ ആണെങ്കിൽ ദൈവത്തെ അറിയാൻ പറ്റത്തില്ല ഒരിക്കലും. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം അറിയാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, നീ അവളെ വിഷമിപ്പിക്കാതിരിക്കൂ. അത് കേട്ടെ, ആ വചനം ഒന്ന് കേട്ടെ. 10:26-11. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ടാണ് ഇവൾ എന്റെ ശരീരത്തിൽ തൈലം പൂശിയത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ എവിടെയെല്ലാം, അടിപൊളി, ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി, ഇവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടും. ഇപ്പൊ അവളെ ദൈവം ഓർക്കണ വിധം കണ്ടില്ലേ? അതായത് നമ്മൾക്ക് ദൈവം നമ്മളെ ഓർക്കുന്ന വിഷയമുണ്ട്. അതിനെന്ത് ചെയ്യാന്നറിയാവോ? അൾത്താരയ്ക്ക് വെളിയിൽ, മനുഷ്യരുടെ മുമ്പിൽ, പ്രതിസന്ധികളുടെ ഇടയിൽ, ആക്ഷേപത്തിന് നടുവിൽ കർത്താവിനെ നമ്മൾ ശുശ്രൂഷിക്കണം. അങ്ങനെയാണെങ്കിലുണ്ടല്ല, കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ഓർമ്മ ഒരു ഒന്നൊന്നര ഓർമ്മയായിരിക്കും. ചിലർ ഭയങ്കര കുർബാന ഭക്തന്മാരായിരിക്കും, പക്ഷെ ഒരിക്കലും കുർബാനയ്ക്ക് വെളിയിൽ കർത്താവില്ല. അവർക്ക് ജീവിതത്തിലില്ല, കുടുംബത്തിലില്ല, ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. ഇപ്പം അൾത്താരയ്ക്ക് വെളിയിൽ ഇതുപോലെയുള്ള സാക്ഷ്യപ്പെടുത്തലുകളില്ലാത്ത ജീവിതമാണെങ്കിൽ നീ അൾത്താര വയറ്റിപ്പഴപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നായിരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഓർമ്മ പോലും ഓർമ്മയായിരിക്കത്തില്ല. ഇപ്പം 2 ഓർമ്മയാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ ദൈവത്തെ ഓർക്കണം, അതാണ് പരിശുദ്ധ കുർബാന. മറ്റത് ദൈവം നമ്മളെ ഓർക്കണം. അത് മനുഷ്യരുടെ മുമ്പിൽ ആക്ഷേപത്തിൻ്റെയും അപമാനത്തിനും നടുവിൽ കർത്താവിനെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരാഴ്ചക്കകം റിസൾട്ട് വരും. വന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ആഗ്രഹിക്കേണ്ട, കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു കിട്ടും, മക്കൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പം ഇവന് റിസൾട്ട് വന്നു. ഇവൻ സെലക്റ്റായി. അത് കഴിഞ്ഞ് അതിൻ്റെ ഇൻ്റർവ്യൂ എല്ലാം ഭയങ്കര ടഫാണ്. അവർ നാളെ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇന്നേ പറയത്തുള്ളൂ നാളെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. ഇയാൾ കോട്ടുമൊക്കെ എടുത്ത് കൊച്ചിയിൽ നിന്ന് ഓർഡിനറിയിലൊക്കെ കയറി ഇയാൾ അങ്ങനെ പോകാൻ തുടങ്ങി. അതെല്ലാം ജയിച്ചു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവന് ഡൽഹിയിൽ ട്രെയിനിങ് ആണ്. ട്രെയിനിങ്ങിനെല്ലാം 90% കൂടുതൽ മാർക്ക് വേണം. അങ്ങനെ എല്ലാം പാസ്സായി. എൻ്റെ കുഞ്ഞിനെ അമ്മ മാതാവും തിരുക്കുമാരനും കൊടാനുകോടി നന്ദി പറഞ്ഞാലും തീരാത്ത നന്ദിയുണ്ട്. കാരണം ഈ പ്രായമായ കുഞ്ഞുങ്ങൾ പല വീടുകളിലുമുണ്ട്. മാതാപിതാക്കൾ അവർക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്ന സൗഭാഗ്യം, എൻ്റെ മോനിപ്പം ഫ്ലൈയിങ്ങിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിക്കും അങ്ങനെ പോകുമ്പോഴൊക്കെ എന്നോട് പറയും, അമ്മേ ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, അതെല്ലാം ഭയങ്കര ടഫാണ്, അവരതെല്ലാം പോയിൻ്റ് ചെയ്യും. ഞാൻ പറയും, മക്കളെ അതൊന്നും വിചാരിക്കരുത്. യെശയ്യാ 45:2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നീ എപ്പോഴും ഓർക്കണം. അവന് മലയാളം വായിക്കാൻ അറിയത്തില്ല. ഞാൻ ഗൂഗിളിൽ നിന്നത് ഇംഗ്ലീഷിൽ ഡൗൺലോഡ് ചെയ്ത് ഞാൻ അവന് അയച്ചു കൊടുക്കും. അപ്പം അവനത് വായിക്കുമ്പം ഞാൻ പറയും, മക്കളെ ഞാൻ നിനക്ക് മുന്നേ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പുകളെ ഖണ്ഡിക്കുകയും ചെയ്യും. നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന നിൻ്റെ യഹോവ എന്ന് നീ അറിയേണ്ടതിനെ ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപത്തെയും മറുവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും എന്ന് ഞാൻ അവനോട് പറഞ്ഞു. നീ ഇതെല്ലാം വായിച്ച് മക്കൾ പോയാൽ മതി, നിനക്ക് മുമ്പേ തമ്പുരാനും മാതാവും ഉണ്ട് എന്നെന്നും രാവിലെ ഞാൻ വിളിക്കുമ്പം എൻ്റെ കുഞ്ഞിനോട് പറയാറുണ്ട്. അങ്ങനെ എനിക്ക് അവൻ്റെ കാര്യത്തിൽ വലിയൊരിതായി, ഒരനുഗ്രഹമായി.
അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. തീർത്താൽ തീരാത്ത നന്ദി എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും പറയുന്നു. എനിക്കിവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച തിരുക്കുമാരനും മാതാവിനും കോടാനുകോടി നന്ദിയുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സാക്ഷി എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം ധ്യാനം കൂടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ശാലോം ടി വിയിൽ 11:30 ചൊവ്വാഴ്ച ധ്യാനം കൂടും ഇവിടെ പറ്റാത്ത ദിവസങ്ങളിൽ. ഇപ്പം മോളോട് പറഞ്ഞു, മക്കളെ ഇപ്പം രോഗശുശ്രൂഷയാണ്, നീ ഇങ്ങോട്ട് വാ, ഇത് കേൾക്കെന്ന് പറഞ്ഞപ്പം എൻ്റെ മകൾ പറഞ്ഞു, ആദ്യം അമ്മയുടെ കാര്യങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഓൺലൈൻ ട്യൂഷനുണ്ട്, അത് കൂടുമായിരുന്നു. അപ്പം അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് ഇവൾ പഞ്ചാബിലാണ്. അവൾ പോയി കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് വയറ്റിൽ ഭയങ്കര വേദനയാണ്, ഞങ്ങൾ കുറച്ചൊക്കെ സഹിച്ചു എന്നിട്ടൊന്നും മാറുന്നില്ല, ആശുപത്രി പോവുക. അപ്പോൾ പോയപ്പോൾ പറഞ്ഞു അവിടെ യൂട്രസിലെ ഫൈബ്രോയിഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കിഡ്നിക്ക് വീക്കമുണ്ട്, യൂറിനറി ട്യൂബ് അമങ്ങിയിരിക്കുന്നത് കാരണം യൂറിൻ പാസ്സാകാത്തതുകൊണ്ട് ഇൻഫെക്ഷനാണ്. അപ്പം അവർ സ്കാൻ ചെയ്ത് ഇത്രയും പറഞ്ഞു, ഇനി MRI എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഉടമ്പടി എടുക്കുക ഓൺലൈനിൽ, എന്നിട്ട് നീ ഈ തെറ്റ് പറഞ്ഞതിന് ആദ്യം മാപ്പ് ചോദിക്കും മാതാവിനോട്, അതിനുശേഷം നീ പ്രാർത്ഥിക്കിരുന്നേ, MRI ചെയ്യുമ്പോൾ ഒന്നും കാണത്തില്ല എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് ഇവർ ആശുപത്രിയിൽ MRI സ്കാനിങ്ങിന് പോയി. ഇപ്പോൾ ഇവളങ്ങ് കരച്ചില്ല. അപ്പോൾ അവൾക്ക് 5 വയസ്സുള്ള കുഞ്ഞുണ്ട്. ആ മോൻ പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, കൃപാസന മാതാവ് കൂടുണ്ട്, അമ്മ വിഷമിക്കേണ്ട, കൊച്ചു കുഞ്ഞാ, എപ്പോഴും കൃപാസന മാതാവിൻ്റെ പാട്ട് പാടിക്കണ്ട നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ കുഞ്ഞിങ്ങനെ പറഞ്ഞു. അവളെ MRIക്ക് കയറി. അവൾ പറയുന്ന തിളച്ച വെള്ളം നമ്മുടെ കാലിൽ കൂടെ ഒഴുകുന്ന പോലെ അങ്ങ് ഒഴുകുക. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ ഇത്രയും വെള്ളം എവിടുന്നാണ് വരുന്നതെന്ന്. MRI സ്കാൻ ചെയ്ത് കഴിഞ്ഞു. റിപ്പോർട്ട് വന്നപ്പം അവൾക്ക് ഒരു കുഴപ്പവുമില്ല. അമ്മ മാതാവും തിരുക്കുമാരനും പൂർണ്ണമായും എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചു. അതിൽ കോടാനുകോടി നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ ഒരു ഫ്രണ്ട് ബോംബെയിൽ നിന്ന് വന്നു. അവളെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞായിരുന്നു നടക്കുന്നത്. ഒടുവിൽ ഛർദിൽ വന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, മെഡിക്കൽ മെഷീനിൽ അഡ്മിറ്റായി, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അപ്പോൾ അവൾക്ക് വന്നിട്ട് 600 ഷുഗർ, 400-ൽ കൂടുതൽ കൊളസ്ട്രോള്, അങ്ങനെയൊക്കെ ആയിട്ട് ICUവിലായി. ഡോക്ടേഴ്സ് എല്ലാം സ്കാനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ശ്വാസകോശത്തിന് ഒരു വശം അടഞ്ഞിരിക്കുകയാണ്, അതിനെ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പം മിണ്ടത്തൊന്നുമില്ല, വിവരമൊന്നും അറിയാതെ മക്കളെ വിളിച്ചപ്പോൾ മക്കളാണ് പറയുന്നത് അമ്മ അഡ്മിറ്റാണെന്ന്. അങ്ങനെ ഞാൻ പോകുകയും നമ്മുടെ നേർച്ച വസ്തുക്കൾ തീർത്തൈലവും ഉപ്പും എല്ലാം കൊണ്ടുപോയി ഞാനും ചെന്ന് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ കൂടെ ചെറുപ്പം മുതലേ പഠിച്ചവളാണ്. വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, ഇതെല്ലാം അയച്ചു കൊടുക്കുകയും 2022 മെയ് മാസം മുതലുള്ള എല്ലാ ഉടമ്പടി പത്രങ്ങളും ഞാൻ എൻ്റെ കയ്യിൽ മൊത്തം എല്ലാ മാസത്തെ ഒരു പത്രം ഞാൻ എൻ്റെ കൈ വെക്കും, അതെല്ലാം അവൾക്ക് കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ തൈലം നെഞ്ചിൽ തേച്ച് ഞാൻ ഉള്ളിൽ അവൾക്ക് ഉപ്പും കൊടുത്തിട്ട് ദിവസവും ഇത് ഉപയോഗിക്കാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അവൾ പൂർണ്ണമായിട്ടും സൗഖ്യമായി. ഇന്ന് അവൾ ബോംബെയിൽ ജോലി ചെയ്യുന്നു. അവരെല്ലാം പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ നെറ്റിയിലൊരു, എനിക്ക് കാലിൽ ഫ്ലൂയിഡ് ഇല്ലായിരുന്നു, മുട്ടിൽ. അപ്പം MRI ചെയ്തപ്പോൾ പറഞ്ഞു മുട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഫ്ലൂയിഡ് കുത്തിവെക്കണം. ഇത് രണ്ടും ഞാൻ ചെയ്തില്ല. ഞാനിവിടെ വരുമ്പം ജോസഫ് അച്ഛൻ പറയും, എനിക്ക് കാലിൽ നീരൊക്കെ വരും ഇങ്ങനെ നിൽക്കുമ്പം, എനിക്കും സുഖമില്ലാത്തതാ, പല പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ പറയും. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കും. എൻ്റെ രാവിലെ 4:45 ഞാൻ കുളിച്ച് വിളക്കെല്ലാം കഴുകി ഞാൻ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ആദ്യം നെറ്റിയിൽ തിരുത്തൈലം പൂശി കുരിശ് വരയ്ക്കുമ്പോൾ ഞാൻ പറയും, അമ്മ മാതാവേ, ജോസഫ് അച്ഛനെ പൂർണ്ണ സൗഖ്യനായിട്ട് വെക്കണേ, തലമുടി നാരഴ മുതൽ കാലിലെ നഖം വരെ അച്ഛനെ സൗഖ്യമാക്കണമേ, അസ്ഥികൾക്ക് ബലം കൊടുക്കണേ, ഞരമ്പുകൾക്ക് ബലം കൊടുക്കണമേ, അച്ഛൻ്റെ ഓരോ അവയവങ്ങളെയും അമ്മ നല്ല ആരോഗ്യമായിട്ട് വെക്കണേ, കാരണം ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ അച്ഛനെ കാണണമെന്നും ഇങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് എളുപ്പം എൻ്റെ മുട്ടിനെന്തോ ഒന്ന് സംഭവിച്ചതുപോലെ തോന്നി. എനിക്ക് മുട്ടിനിപ്പം നടക്കുമ്പം വേദനയില്ല. ഞാൻ ഇവിടെ ജപമാല റാലിക്ക് വരാൻ നേരം എന്നെ വീട്ടിലെല്ലാവരും വഴക്ക് പറഞ്ഞു, പോകരുത്, ഒത്തിരി നടക്കണമെന്ന്. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ പോകുമോ, നിനക്ക് പറ്റുമോ, ഇച്ചിരി നടക്കാൻ വയ്യാത്ത നീ എങ്ങനെ പോകും? ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ, ഞാൻ പോകും. അങ്ങനെ ഞാൻ ജപമാല റാലിക്ക് പങ്കുകൊണ്ടു, വളരെ സൗഖ്യമായിട്ടിരിക്കുന്നു. അതിനും കോടാനുകോടി നന്ദി പറയുന്നു അമ്മ മാതാവിനും തിരുക്കുമാരനും. പിന്നെ അത് കഴിഞ്ഞ്
എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മുതലേ പത്രം കൊടുക്കാൻ തുടങ്ങും. ആലപ്പുഴ മുതൽ പത്രം കൊടുക്കാൻ തുടങ്ങും. അതിലെനിക്ക് ഒത്തിരി വിഷമമായിട്ട് വന്നത് ഒരാൾക്ക് ഞാൻ പത്രം കൊടുത്തു. അത് അവരവരുടെ കുഞ്ഞിൻ്റെ കൊടുത്ത് ആ കുഞ്ഞ് അതിട്ട് കളിക്കുമ്പം എൻ്റെ ചങ്കങ്ങ് പൊട്ടുവാണ്. ഈ പത്രം എന്തുവാ ചെയ്യുന്നത്? അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പോകാൻ നേരം അതവിടെ സീറ്റിൻ്റെ പുറകിൽ തിരുകി വെച്ചു. ഞാനൊരു ക്രിസ്തുമതവിശ്വാസിക്കും കൊടുത്തു. ആ അമ്മയും അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാനത് രണ്ടും എടുത്ത് മുത്തി ഞാനതെടുത്ത് എൻ്റെ കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ എന്നോട് ക്ഷമിക്കണേ, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു വിഷമം ഉണ്ടായി. പല വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെനിക്ക് നികത്താൻ പറ്റാത്ത വിഷമമായിരുന്നു. പക്ഷേ എല്ലായിടത്തും ഞാൻ അടൂർ ഗവൺമെൻറ് ആശുപത്രി പോവും, രോഗികളെ കാണും. അവർക്ക് പത്രം കൊടുക്കാൻ പോകുമ്പം ഞാൻ തിരുരൂപവും കൊടുക്കും. അതിൻ്റെ കൂടെ അവർക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കാൻ നിവർത്തിയില്ലാത്തവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യും. ഫ്രൂട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകും. പിന്നെ ഗാന്ധി ഭവനിൽ പോകും, പത്തനാപുരത്തെ. അങ്ങനെയൊക്കെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. വളരെയധികം നമ്മുടെ തിരുത്തൈലവും ഇവിടുത്തെ ഉപ്പും വളരെയധികം ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞിന് മൂക്കിന് മാംസം കിളിച്ചിട്ട് അവന് ശ്വാസം വിടാൻ പറ്റാതെയും എപ്പോഴും പനിയായിരുന്നു. അവൻ തന്നെ ഇവിടുത്തെ തേനെടുത്ത് കുടിക്കുകയും മാതാവേ എനിക്ക് ഉവാവ് മാറ്റിത്തരണേന്ന് പ്രാർത്ഥിക്കുകയും എപ്പോഴും ചെയ്യും. ഇപ്പം എൻ്റെ കുഞ്ഞിന് അങ്ങനെ പനി വരാറില്ല. എല്ലാം കൊണ്ടും ഇവിടെ വന്നതിന് ശേഷം കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി